നമസ്കാരം, ഞാൻ പ്രദീപ് വൈക. ഞാനിന്ന് പറയാൻ പോകുന്ന ഇന്ന് ഒന്ന് രണ്ട് കോളുകൾ വന്നത് നമുക്ക് ജനറേഷൻ കുറവ് എന്ന് പറയുന്ന ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ട്. ഈ ജനറേഷൻ കുറവ് എന്ന് പറയുന്നത് മഴക്കാലം ആയതുകൊണ്ടാണ് കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ല ജനറേഷൻ ഉണ്ടാവും. ഒരു 3 കിലോവാട്ട് സോളാർ വെച്ച ആൾക്കാർക്കെല്ലാം 12, 14, 16 യൂണിറ്റ് വരെ ഉണ്ടാവാനുള്ള സാധ്യത, നല്ല പ്രകാശമുള്ള സമയമായിരുന്നു. അത് മാറി നമ്മൾ ജൂൺ, ജൂലൈ മാസക്കാലം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു താഴോട്ട് വരാറുണ്ട്. ഒരു 11, 10, 8 ഈ റേഞ്ചിലോട്ട് താഴ്ന്നു വരും. കാര്യം ഒന്ന് മഴയാണ്, കാര്യം ഷെയ്ഡ് നല്ലതുപോലെ ഷെയ്ഡുള്ള ഒരു കാലാവസ്ഥയിലാണ്. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ പാനലുകൾക്ക് മുകളിൽ പൊടിപടലങ്ങളോ കാക്കയുടെ കാഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ പ്രാവിൻ്റെയൊക്കെ കാഷ്ടമോ ഒക്കെ പെട്ട് അതിനകത്ത് നല്ല രീതിയിലുള്ള ഷെയ്ഡ് അടിച്ചിരിപ്പുണ്ടാവും. ഈ അഴുക്കൊക്കെ ഒന്ന് കഴുകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മൾ അത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ജനറേഷൻ കുറച്ച് കൂടുതൽ കിട്ടും. കാര്യം ഈ 8, 9, 10 എന്നുള്ളത് മാറി ഒരു 11, 12 എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പാനലൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതിയാവും. നമ്മളൊരു 3 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കൊരു ഒരു വർഷത്തെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 യൂണിറ്റ് ഒരു ദിവസം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കേണ്ട ഇത്ര മാത്രമാണ്. ഒരു വർഷത്തെ പ്രൊഡക്ഷൻ എടുക്കുക, അതിൻ്റെ ടോട്ടൽ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വർഷം ആകുമ്പോൾ നമുക്കൊരു 12 യൂണിറ്റ് നമുക്കൊരു പെർ ഡേ കിട്ടത്തുള്ളൂ. ഇത്ര മാത്രം നമുക്ക് ചിന്തിക്കാവൂ. പുതുതായി സോളാർ വയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് വീഡിയോയ്ക്ക് മുന്നേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ചിലവ് ചുരുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കുക. 2, നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലോട്ട് നമുക്ക് സോളാറിനെ കുറിച്ച് ചിന്തിക്കുക. 3ാമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധന ചെലവിൻ്റെ അളവ്. അതായത് പെട്രോൾ ബൈക്കാവാം, അല്ലെങ്കിൽ പെട്രോൾ കാറാവാം, നമ്മൾ ഡീസൽ കാറുകളാവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചിന്തയിലും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് സോളാറാണ്. 1, നമ്മുടെ KSEBിയുടെ കറണ്ട് ബില്ല് മിനിമം ചാർജിലോട്ട് മാറും. 2, നമ്മുടെ ഗ്യാസിൻ്റെ അളവിന് വേണ്ടി, ഗ്യാസിൻ്റെ ചിലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് ഇൻഡക്ഷൻ കുക്കർ പോലുള്ള പാചക രീതിയിൽ മാറ്റം വരുത്താം. കാര്യം നമ്മൾ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തൊരു ചായ ചോദിച്ചാൽ പോലും നമുക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചേ ഇടത്തുള്ളൂ എന്നുള്ള രീതിയിൽ അമ്മയുടെ നിലപാട് മാറും. ഇത് നമുക്ക് അപ്പോഴപ്പോഴായിട്ട് ചായ ഇട്ട് കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ഗ്യാസിൻ്റെ ചിലവ് നമുക്ക് ചുരുക്കാൻ പറ്റും. കാര്യം ഇന്നത്തെ ഗ്യാസ് കിട്ടാനുണ്ടാകുന്ന, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ പ്രധാനമായിട്ട് കണക്കൂട്ടണം. 3ാമത്തെ കാര്യം, വീട്ടിൽ നമ്മൾ AC വയ്ക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യകാലത്ത് ഒരു ആഡംബരമായിട്ട് കരുതിയിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് AC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമ്മൾ പേടിച്ചാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. AC ഓണാക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കും, അയ്യോ കറണ്ട് ബില്ല്. എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത്, വീട്ടിൽ സോളാർ വയ്ക്കുക. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾക്ക് സോളാറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഫ്യൂവലിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പെട്രോൾ കാർ. അതായത് ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. മന്ത്ലി എൻ്റെ ബില്ലെന്ന് പറയുന്നത്, അതിൽ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 15,000 രൂപ മുതൽ 18, 20 റേഞ്ചിൽ ഉപയോഗിച്ചിരുന്ന ആളാണ്. പെട്രോൾ ഉപയോഗിച്ച് അത്രയും ഞാൻ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ അതിൽ നിന്ന് മാറിയാണ് എൻ്റെ EV കാറിലേക്ക് മാറിയത്. അപ്പോൾ എനിക്കുണ്ടായത് ഒരു EVയിലേക്ക് ഞാൻ പ്രതിമാസം അടച്ചുകൊണ്ടിരിക്കുന്ന EMI കോസ്റ്റ് മാത്രമേ കൂടിയുള്ളൂ. എൻ്റെ യാത്ര സുഖകരമായി, നമ്മുടെ ശാരീരിക സുഖം കൂടി. അത് 2. 2ാമത്തെ കാര്യം നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ട ഇതിലാണ്. ഞാൻ പറഞ്ഞു, ഗ്യാസിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം പറഞ്ഞു, 3 ഫ്യൂൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഒരു സൊല്യൂഷൻ നമുക്ക് ചിന്തിക്കേണ്ടേ ഉള്ളൂ, അത് വൈഗ പവർ സൊല്യൂഷൻ, സോളാർ. ഓക്കെ, ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്നത് 2 ലക്ഷം രൂപയാണ് ലോൺ തരുന്നത്. ഈ 2 ലക്ഷം രൂപ ലോൺ തരുന്നതിന് നമുക്ക് അധികം പേപ്പറോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കൊരു വ്യക്തിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, ഒരു വ്യക്തി ലോൺ എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സിന് താഴെ ആയിരിക്കും. ഇത്ര മാത്രം കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് വീട്ടിൻ്റെ, ഇപ്പോൾ നമ്മുടെ പേരിലായിരിക്കുമല്ലോ വീടിൻ്റെ ടാക്സ് റെസിപ്റ്റോ അല്ലെങ്കിൽ ആ ഭൂമിയുടെ കരം തീർത്ത രസീതോ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ലോണിൻ്റെ പേപ്പർ പ്രൊസീജിയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പോയി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 5.75% ഇൻട്രസ്റ്റ്. അതൊന്ന്. 2, നമുക്ക് കൊളാട്രൽ വേണ്ട. 3, നമുക്ക് ഇതിനകത്ത് പ്രീ ക്ലോഷർ ചാർജസ് ഒന്നുമില്ല. നമുക്ക് ലോൺ നേരത്തെ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സിഡി കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് യാതൊരുവിധ പ്രീ ക്ലോഷർ ചാർജസ് ഒന്നുമില്ല. ഈ 2 ലക്ഷം രൂപയ്ക്ക് 2200 രൂപ പെർ മന്ത്, 2200 രൂപ മാത്രമേ നമുക്ക് അടവ് വരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോളാർ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് എത്രയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ 2 ലക്ഷം രൂപ കണ്ടെത്താൻ പറ്റും. എൻ്റെ വീട്ടിൽ, ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈദ്യുതി നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുടെ എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്, ഇവിടെ ഉപയോഗിക്കുന്ന വൈദ്യുതി, ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതി അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ പറഞ്ഞ സംശയം ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും ഇവിടെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്കെല്ലാം ഇവിടെ തന്നെയാണ് ക്ലിയർ ആക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാലൻസ് വരുന്ന വൈദ്യുതിയുടെ കണക്ക് KICB ഒരു ബാങ്കറ്റ് യൂണിറ്റായിട്ട് നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പേരിൽ, അതായത് ഇപ്പോൾ ആരാണോ കൺസ്യൂമർ, ആ കൺസ്യൂമറിൻ്റെ യഥാർത്ഥ പേരിലുള്ള അതേ സെയിം പേരാണ് മറ്റേ കൺസ്യൂമർ എങ്കിൽ നമുക്കൊരു വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ ബാങ്കറ്റ് യൂണിറ്റായിട്ടുള്ള വൈദ്യുതിയുടെ തുകയാണ് നമുക്ക് അവിടെ കുറച്ച് തരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചിലരുടെ സംശയം എന്താണ്, നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് എൻ്റെ അടുത്ത വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇവിടെ നിന്ന് കേബിൾ ചെയ്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും ഇവിടെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്കെല്ലാം ഇവിടെ ടാലി ആക്കിയിട്ട് ഇതിൻ്റെ ബാലൻസ് വൈദ്യുതി ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് നമ്മുടെ ബാങ്കറ്റ് യൂണിറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അവിടെ അതായത് അതിനെ ആ കണക്കിൽ, അതായത് യൂണിറ്റ് എത്രയാണോ അതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് അവിടെ കുറച്ചെടുക്കാൻ പറ്റും. ഇതാണ് വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, താങ്ക് യു.